ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും സ്നേഹവന്ദനം. അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ലോകത്തിന്റെ വെളിച്ചമായി യേശുദേവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ ഇടയിലുള്ള അന്ധകാരം മാറ്റിയതായ ആ വലിയ ദിവസമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് ഇതിന് വെളിച്ചത്തിന്റെ പെരുന്നാൾ എന്നും വിളിക്കപ്പെടാറുണ്ട്. പാപം ചെയ്ത് മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുദേവനെ ഭൂമിയിലേക്ക് വിശുദ്ധ കുർബാനയാകുന്നതിന് വേണ്ടി, അതായത് യാഗമാകുന്നതിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആ പുത്രൻ തമ്പുരാൻ പിറന്നതായ ആ ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. കൊട്ടാരങ്ങളും കന്യകമാരും ഈ മഹാരാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്നവനായ യേശുദേവൻ ഏറ്റവും ഹീനമായ ആ കാലിത്തൊഴുത്തിൽ പിറന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചതായ ആ പിറവിയുടെ മഹത്വങ്ങളൊക്കെ ഇന്ന് മനുഷ്യൻ മറന്നു പോവുകയാണ്. കാലം പുരോഗമനത്തിലായപ്പോൾ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും ടെക്നോളജിയുമൊക്കെ വന്നപ്പോൾ അതിനനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. പണ്ട് ഡിസംബർ 24 രാത്രിയിൽ 2 മണിക്കാണ് ക്രിസ്മസിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിരുന്നത്. അതിന് 2-3 ദിവസം മുമ്പ് ആ പരിസരത്തുള്ള ആൾക്കാർ എല്ലാ ഭവനങ്ങളിലേക്കും കടന്നുപോയി ക്രിസ്മസിൻ്റെ സന്ദേശം അറിയിച്ച് കരോൾ പാട്ടുകൾ പാടി മധുരപലഹാരം പങ്കുവെച്ച് ആശംസകൾ കൈമാറി 24 ദേവാലയത്തിൽ അവരെല്ലാവരും തിരിച്ചു വന്ന തീജ്വാലയ്ക്ക് ചുറ്റും പാട്ടുപാടി ആശംസകൾ കൈമാറി ക്രിസ്മസിന് സമാപ്തി വരുത്തുമായിരുന്നു. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അതെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. കരോള്, യേശുദേവൻ്റെ പിറവിയെ ലോകത്തിന് അറിയിക്കാൻ വേണ്ടി ഉണ്ടായ ആ വലിയ ഉത്സവം ഇന്ന് ധനസമ്പാദ്യത്തിൻ്റെ ഭാഗമായി മാറി. ഈയിടെ ഒരു അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളി പട്ടണത്തിലായതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ കരോൾ പാടി തീർത്തു എന്ന്. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് അധികം പണം ലഭിച്ചു എന്ന് പറഞ്ഞു. അധികം പണം ലഭിക്കുക എന്നുള്ളതായി കരോൾ പാട്ടിൻ്റെയും കരോൾ ഇറങ്ങുന്നതിൻ്റെയും ലക്ഷ്യം. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിത, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വെളിച്ചമായി കടന്നില്ലെന്നതാണ് ക്രിസ്മസിൻ്റെ ഉദ്ദേശം. ഇരുട്ടിലിരിക്കുന്ന ജനതയ്ക്ക് വെളിച്ചമായി ചെല്ലുന്നതാണ് ക്രിസ്മസിൻ്റെ ഉദ്ദേശം. വഴി അടഞ്ഞു നിൽക്കുന്നവർക്ക് വഴികാട്ടിയായി കടന്നില്ലെന്നാണ് ക്രിസ്മസിൻ്റെ ഉദ്ദേശം. സകല ജനത്തിനും വലിയ സന്തോഷം നൽകുന്നതായ മഹത് ദിവസമാണ് ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. ഈ സുദിനത്തിൽ എൻ്റെ സ്നേഹിത, നിനക്ക് എന്തു കൊടുക്കുവാനുണ്ട് ക്രിസ്തുദേവന്? ശാസ്ത്രിമാർ പൊന്നും മോരും കുന്തിരിക്കുമായി കാലിത്തൊഴുത്തിൽ കിടന്നതായ ക്രിസ്തുദേവന് കാഴ്ച അണച്ചുവെങ്കിൽ, ഏറ്റവും വിലപ്പെട്ടതായ ദ്രവ്യങ്ങൾ സുഗന്ധ ധൂപങ്ങൾ കാഴ്ചവെച്ചുവെങ്കിൽ, ഇന്ന് ഈ സുദിനത്തിൽ നിനക്ക് എൻ്റെ ക്രിസ്തുദേവന് എന്തുണ്ട് കാഴ്ചവെക്കാൻ? ഒരമ്മയുടെ ജന്മദിനം, 3 ആമക്കൾ. അമ്മ പറഞ്ഞു, നാളെ എൻ്റെ ജന്മദിനമാണ്, നിങ്ങളെല്ലാവരും എനിക്ക് സമ്മാനം തരണമെന്ന്. 12 വയസ്സുകാരൻ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി വലിയ ഒരു സമ്മാനം റെഡിയാക്കി. 2ാമത്തെ മകനും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ 3ാമത്തവൻ കൊച്ചു പയ്യനായിരുന്നു, അവന് സമ്പാദ്യങ്ങളില്ല, സഹായികളില്ല. പിറ്റേ ദിവസം അമ്മ കുളിച്ചൊരുങ്ങി മക്കളുടെ സമ്മാനം മേടിക്കാൻ വേണ്ടി കാത്തിരുന്നു. മൂത്ത മകൻ വലിയൊരു സമ്മാനപ്പൊതി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവനെ അനുഗ്രഹിച്ചു. 2ാമത്തെ മകനും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ 3ാമത്തെ കൊച്ചുമകൻ അടുക്കളവാതിലിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. കൂട്ടുകാർ ചിരിച്ചുവെങ്കിലും അമ്മ അവനെ കൈകാട്ടി വിളിച്ചു, മോൻ കടന്നു വരാൻ പറഞ്ഞു. അവൻ പമ്മി കടന്നു വരുമ്പോൾ അവൻ്റെ കൈ പുറകിൽ വെച്ചിരുന്നു, അതിലൊരു ബേസിനുണ്ടായിരുന്നു. ബേസിൻ കൊണ്ടുവന്ന് അമ്മയുടെ പാദാന്തികത്തിൽ വെച്ചിട്ട് അവൻ അതിൽ കയറിയിരുന്നു. അമ്മ, ചേട്ടന്മാർ വിലപിടിപ്പുള്ള സമ്മാനം നിനക്ക് നൽകിയെങ്കിൽ അമ്മയുടെ ജന്മദിനത്തിൽ എനിക്ക് നൽകാൻ ഒന്നുമില്ല, എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ കണ്ണുനീരോടുകൂടി തൻ്റെ കുഞ്ഞോമനെ എടുത്ത് ചുംബിച്ച് അവനെ അനുഗ്രഹിച്ചു. പ്രിയ സ്നേഹിത, എൻ്റെ യേശുദേവൻ്റെ ജന്മദിനം നിനക്കെന്താണ് തമ്പുരാന് സമർപ്പിക്കാനുള്ളത്? നിന്റെ പൊന്നും പണവും സുഗന്ധവുമൊന്നും അവന് ആവശ്യമില്ല. നിന്നെ തന്നെ സമർപ്പിക്കാൻ നീ ഒരുങ്ങുന്നുവെങ്കിൽ നിന്നെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ച് നിന്നെ അനുഗ്രഹിക്കും. അതാണ് ശരിയായ ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശുവില്ലാത്തതായ ആഘോഷങ്ങൾ കൊണ്ട് എന്ത് ക്രിസ്മസ് ആണ് നടക്കുന്നത്?
യേശു ഉള്ളതായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും പ്രാർത്ഥനാ മംഗളം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മയുമാമോദവുമോലും ശുഭകാര്യങ്ങൾ കന്യക പെറ്റു തന്നിൽ മുതിർന്നോരെ അമ്മണിയുണ്ടേ.